സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. ഒരു നല്ല ദിനം നേരുന്നു. ശ്രീ ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ്റെ മരണവുമായി അടിസ്ഥാനപ്പെടുത്തി ഫേസ്ബുക്കിലും മറ്റും വന്ന ചില അടിക്കുറിപ്പുകൾക്ക് ആസ്പദമാക്കിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇതിൻ്റെ ഭവിഷ്യത്ത് എന്ത് തന്നെയായാലും ഞാനത് നേരിടാൻ തയ്യാറാണ്. കാരണം അത്രയ്ക്ക് ബഹുമാനിക്കപ്പെടേണ്ടതും അംഗീകരിക്കപ്പെടേണ്ടതുമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതിനെ കേരളത്തിലെ വിവരവും വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. വിവരവും വിദ്യാഭ്യാസം ഉണ്ട് എന്ന് അഹങ്കരിക്കുന്ന ചില ബുദ്ധിജീവികളാണെന്ന് ഉടുപ്പ് നടക്കുന്ന ചില ചിന്തകന്മാർ അല്ലെങ്കിൽ നിരീക്ഷകന്മാർ, അവർ വലിയ എന്തോ വ്യക്തികളാണെന്നൊക്കെ ചിന്തിച്ച് അതിൽ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചില മതഭ്രാന്തോ അല്ലെങ്കിൽ ചില പ്രത്യേകതരം പ്രസ്ഥാനത്തിൻ്റെ അമിതമായ ആവേശം കൊണ്ടൊക്കെ പറയുന്ന ജൽപ്പനങ്ങളാണെന്നുള്ള അവർ പൊതുവെ പറയുന്ന ചില വാക്കുകളിൽ നിന്നറിയാം. ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. പിന്നെ ചിലർ വളരെ ബുദ്ധിജീവിയാണ് എന്ന് അവരൊക്കെ പണ്ടൊക്കെ അവരുടെ കഞ്ഞിപോലും കുടിക്കാൻ വകയില്ലാത്ത കാലത്ത് അവരൊക്കെ പാർട്ടി ഓഫീസിലിരുന്ന് ഭക്ഷണം കഴിച്ച് ജീവിച്ച് പാർട്ടിക്ക് വേണ്ടി കൊടിയും പിടിച്ച് നടന്നവർ പച്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പയ്യെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞു അങ്ങനെയുള്ളവരുമുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ ഈ അടുത്ത സമീപ കാലത്ത് അതിൽ ചിലരൊക്കെ കഞ്ചാവ് അടിക്കുന്നതാണെന്ന് വരെ പോലും, അതുപോലെ കഞ്ചാവിൻ്റെ കച്ചവടം പോലും അവർക്കുണ്ടോ എന്ന കാര്യം അവരൊക്കെ ചില പ്രബുദ്ധരെന്ന് പറയുന്ന സിനിമ ഫീൽഡിലൊക്കെ വന്നു എന്നാണ് പറയപ്പെടുന്നത്. സിനിമയിലാകെ 4-5 സിനിമയിൽ മുഖം കാണിച്ച് പോയവർ ഇത്രയും കോടീശ്വരന്മാരായി ജീവിക്കുന്നതിൻ്റെ ഒരു കാരണം അതുപോലത്തെ പല കാര്യങ്ങളായിരിക്കും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഓരോ സംഭവങ്ങളായിട്ട് എടുക്കാം. 2 പ്രമുഖർ പറഞ്ഞ് ഇതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിലെ അവസാന കണ്ണിയും നിലച്ചു എന്ന്. നിങ്ങളോട് പറഞ്ഞോട്ടെ, ഈ കമ്മ്യൂണിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി രാഷ്ട്രീയമല്ല, വ്യക്തികളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല അത് വർഷങ്ങളായിട്ട് അധ്വാനിക്കുന്നവൻ്റെ ഒന്നുമില്ലാത്തവൻ്റെ മൂല്യം തരപ്പെടുത്തണം എന്ന് വളരെയധികം ശക്തമായി, അത് ഇന്നത്തെ സാഹചര്യമൊന്നുമല്ല, വർഷങ്ങൾ മുന്നേ അടിച്ചമർത്തപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരു മുദ്രാവാക്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിലെ കൊടിയുടെ നിറം തന്നെ ഒരു ചോരയിൽ നിന്ന് വന്നതാണ്, അല്ലാതെ വെറുതെ പെയിൻറ്റ് മുക്കി ഉണ്ടാക്കിയതല്ല. അപ്പോൾ വ്യക്തികൾക്കല്ല അവിടെ പ്രാധാന്യം. പ്രസ്ഥാനം അങ്ങനെ തകർന്നു പോകുന്നില്ല. പിന്നെ ബഹുരാഷ്ട്ര കുത്തകളുടെ പണമൊഴുക്കിൽപ്പെട്ട് ചിലപ്പോൾ ചെറിയ വ്യതിയാനങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ എന്നാലും ആ പ്രസ്ഥാനം, അതിൽ വിശ്വസിക്കുന്നവർ അവിടെ തന്നെ ഉണ്ടാവും. അതിൽ വ്യക്തികൾ അതിനുവേണ്ടി പ്രധാനപ്പെട്ട ഇത് നടത്തിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇപ്പോഴെങ്കിലും അംഗീകരിച്ചല്ലോ. ജീവിച്ചിരുന്നപ്പോൾ അയാൾ അംഗീകരിച്ചില്ല, ഇപ്പം അംഗീകരിച്ചല്ലോ, അത് മതി. അതാണ് അതിൻ്റെ ഒരു തത്വം. വേറെ ബാക്കിയുള്ള സംഘടനകളൊക്കെ എന്ന് പറഞ്ഞാൽ വ്യക്തികളിൽ അധിഷ്ഠിതമാണ്. ഒരു പ്രശസ്തനായ വ്യക്തിയുണ്ട്, ബുദ്ധിജീവിയുണ്ട് എങ്കിൽ ആ ബുദ്ധിജീവി നാട് നീങ്ങുന്നതോടെ ആ പ്രസ്ഥാനം പിന്നെ കുറേ നാളത്തേക്ക് അവിടെ ഒന്നും കാണത്തില്ല. പിന്നെ ഒരു ബുദ്ധിജീവി വരണം. ഓക്കെ, അതാണ് വ്യത്യാസം. ഇനി അടുത്തത്, 7ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ, പഠിത്തമില്ലാത്തവൻ പഠിത്തമുള്ളവരെ ഭരിച്ച് നാട് കുറ്റിച്ചോറാക്കി. അപ്പം നാട് കുറ്റിച്ചോറാക്കി എന്നുള്ളതല്ല അവരുടെ പ്രശ്നം. പഠിത്തമില്ലാത്തവൻ പഠിത്തമുള്ളവരെ ഭരിച്ചു. എന്താണ് ഈ പഠിത്തം? വിദ്യാഭ്യാസം, ആഭാസമാണത്. അതായത് വിദ്യ അഭ്യസിച്ചുകൊണ്ട് അന്തരം കൂടുതലാണ് എന്ന് തെളിയിക്കുക. സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും, വീടുള്ളവനും വീടില്ലാത്തവനും, കാറുള്ളവനും കാറില്ലാത്തവനും, നിലമുള്ളവനും നിലമില്ലാത്തവനും, മുതലാളിയും തൊഴിലാളിയും. വിദ്യാഭ്യാസം 7ാം ക്ലാസ് ഒരു യോഗ്യത അല്ല, ശരിയാണ്. പക്ഷേ 7ാം ക്ലാസ് വരെ പഠിച്ച ബിൽ ഗേറ്റ്സ് ഉണ്ടാക്കിയ മൈക്രോസോഫ്റ്റ് വേർഡും ഇമെയിലും ഒക്കെ തന്നെയല്ലേ നിങ്ങളിപ്പോഴും ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും ഉപയോഗിച്ചില്ലല്ലോ. നിങ്ങൾ ആ ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിരിക്കുന്നതിൻ്റെയൊക്കെ പിന്നാമ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അധികം പഠിത്തമില്ലാത്തവരെ കാണാം. പഠിത്തം എന്ന് പറയുന്നത് സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് പഠിക്കുന്ന പഠിത്തങ്ങളല്ല പഠിത്തം. ലോകം കണ്ട് മനസ്സിലാക്കണം, മനുഷ്യനെ മനുഷ്യനായി കണ്ട് മനസ്സിലാക്കി മനുഷ്യന് വേണ്ടി ഇടപെടണം. ഇത് 4 ദിവസം നിരന്തരമായ പോലീസ് അതിക്രമങ്ങൾക്ക് ശേഷം മരണപ്പെട്ടുവെന്ന് ഉറപ്പിച്ച് ചാക്കിൽ കെട്ടിക്കൊണ്ട് കുഴിച്ചു മൂടാൻ പോയ മനുഷ്യനാണ് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നത്. ആ മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ കേരളത്തിൽ ഇത്രയും തൊഴിൽ സാധ്യതകൾ, ശരിയാണ്, കമ്പ്യൂട്ടറൈസേഷനെതിരെ സമരം ചെയ്തൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ്. അതിന് കാരണമുണ്ട്. അബ്രപ്റ്റായിട്ട് കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവരുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ടൈപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഹാൻഡ് റിട്ടനായിട്ട് ചെയ്യുന്നവർക്ക് ജോലി പോകും. അതിനൊരു സമാധാനം വേണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് മാത്രമാണ് അതിനെതിരെ സമരം ചെയ്തത്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മൾ അതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കേരളത്തിലാണ്. ഗ്രീനസ്റ്റ് ടെക്നോപോളിസ്. അത് കാരണം ഏകദേശം ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ പറയാം. കഴിഞ്ഞ ഇപ്പം
35 വർഷമായി ടെക്നോ പാർക്ക് നിലവിൽ വന്നിട്ട്. 35 വർഷം ഇപ്പോൾ ആഘോഷിച്ചു. 35 വർഷം കൊണ്ട് ഏകദേശം 3000-ഓളം കമ്പനികളും നേരിട്ട് ഏകദേശം 1 ലക്ഷത്തോളം എംപ്ലോയീസും പിന്നെ അല്ലാതെ അതുമൂലം കഴക്കൂട്ടം ഏരിയയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 10 മടങ്ങായി. എന്തെല്ലാം വികസനങ്ങൾ വന്നു, എത്ര ആളുകൾക്ക്, ഒരു ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾക്ക് ജീവനമാർഗം. 10 ലക്ഷം ആളുകൾക്ക് ജീവനമാർഗം എന്ന് പറഞ്ഞാൽ 50 ലക്ഷത്തോളം കുടുംബങ്ങളുടെ എടുക്കുമ്പോൾ 50 ലക്ഷത്തോളം ആളുകൾ ജീവനമാർഗമായ ഒരു പ്രസ്ഥാനമാണത്. 35 വർഷം EK നായനാർ എന്ന വളരെ സരസനായ, വളരെ സിമ്പിളനായ, ജാടകളില്ലാത്ത, ജനങ്ങളുടെ ഇടയിൽ കൂടെ നടന്നു നീങ്ങിയ ഒരു നേതാവിൻ്റെ ഭരണകാലത്ത് വന്ന ഒരു പ്രത്യേകതയാണ്. അതിനുശേഷമാണ് ഭാരതത്തിലെ പല ടെക്നോ പോളിസികളും, വൈറ്റ് ഫീൽഡിലുള്ളതും ചെന്നൈയിലുള്ളതും ടൈഡൽ പാർക്കും, അങ്ങനെ ഇപ്പോൾ എത്രയോ പാർക്കുകൾ ഇന്ത്യ ഒട്ടുക്ക്. അത് കേരളത്തിൽ ഇവിടുന്ന് ഉള്ള സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് കാരണം എത്രയോ കോടി കണക്കിന് രൂപയുടെ വരുമാനമാണ് സർക്കാരിനും ഇന്ത്യക്കും കിട്ടുന്നത്. കേരളത്തിലേത് മാത്രമല്ല, അത് കാരണം ഇങ്ങനെ ഫോളോ ചെയ്ത് വന്ന എല്ലാം എത്രയോ പണം. അതിനുശേഷം സ്മാർട്ട് സിറ്റി പദ്ധതി അത് തുടങ്ങി വെച്ചത് അച്യുതാനന്ദൻ്റെ സമയത്താണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തോളം, ഇപ്പോൾ 9 വർഷത്തോളം പിണറായി വിജയനെ എല്ലാവരും കുറ്റം പറയുന്നത്, പിണറായി വിജയൻ വികസനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല. കൊച്ചിയിൽ ഞാൻ 2001 മുതൽ, അല്ലെങ്കിൽ 99 മുതൽ ഞാൻ IT മേഖലയിലാണ്, പക്ഷേ 2001 മുതൽ കമ്പനികളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ 2010, 2012, 2015 വരെയുള്ള കാലത്ത് കൊച്ചിയിൽ വലിയ വികസനങ്ങളൊന്നും IT മേഖലയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ തന്നെ ഏകദേശം 3000-ഓളം കമ്പനികൾ വന്നിട്ടുണ്ട്. കൊച്ചി തിരുവനന്തപുരം പോലെ വികസിച്ചിട്ടുണ്ട്. കൊച്ചിയിലും ഇതുപോലെയുള്ള സോഫ്റ്റ്വെയർ എക്സ്പോർട്സും ഇഷ്ടംപോലെ ആളുകൾ ജോലിയും. അപ്പം നമ്മൾ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു 90കളിൽ അല്ലെങ്കിൽ 80കളുടെ അവസാനമൊക്കെ തൊഴിലില്ലാത്തതിനാൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ആത്മഹത്യ ചെയ്യുകയും തൂങ്ങിച്ചാവുകയൊക്കെ ചെയ്യുന്ന, ഡിഗ്രിയൊക്കെ പാസ്സായ പേപ്പർ എല്ലാം കൂടെ കൊണ്ടിട്ട് കത്തിക്കുന്ന, സെക്രട്ടറിയുടെ മുന്നിൽ കൊണ്ട് കത്തിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അവിടെ നിന്നൊക്കെ എന്ത് പുരോഗതിയായി. സ്വയം തൊഴിൽ പദ്ധതികൾ, സോഫ്റ്റ്വെയർ ചെറിയ സംരംഭങ്ങൾ, ആ രീതിയിലേക്ക് ഉയർന്നു വന്നിരിക്കുകയാണ് കേരളം. അതിൽ നമ്മൾ അഭിമാനം കൊള്ളണം. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ നിരീശ്വരവാദിയാണ്, ഇയാൾ ദൈവത്തെ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് അയാളെ നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യമില്ല. അത് ഓരോരുത്തരുടെ ഭാരതത്തിൻ്റെ സ്വതന്ത്ര ഭാരതത്തിൽ ഓരോരുത്തർക്കും ചിന്തിക്കാൻ അവസരമുണ്ട്. ഞാൻ ഹിന്ദുവിൽ വിശ്വസിക്കും, മുസ്ലിമിൽ വിശ്വസിക്കും, ക്രിസ്ത്യാനിയിൽ ജൈനമതമോ ബുദ്ധമതമോ എനിക്ക് മതം കാണില്ല. അയാൾ അതിനൊരു കാരണം പറഞ്ഞിട്ടുണ്ട്. അതിന് ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ അയാളെ മതത്തിൽ വിശ്വസിപ്പിക്കാനുള്ള കാര്യം ആഹ്വാനം ചെയ്യും. സ്വന്തം അമ്മ അസുഖം വന്ന് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ വസൂരിയോ മറ്റാണ്, അതിന് ഒരു ആരും ചെല്ലാത്ത ഒരു വീട്ടിൽ കൊണ്ട് പായിൽ പുതപ്പിച്ചാണ് കിടക്കുന്നത്. ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ അച്ഛനാണ് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്. ഈ കുട്ടികൾ കുരുന്നുകളാണ്, അവർ പ്രാർത്ഥിക്കുകയാണ് അമ്മയ്ക്ക് വേണ്ടി. അവസാനം അമ്മ രോഗശയ്യയിൽ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് അച്ഛൻ രോഗശയ്യയിലായി. ഇവരുടെ ബാല്യത്തിൽ തന്നെ അച്ഛനും പോയി. അപ്പോൾ അതിന് അയാൾ ചോദിക്കുന്നതാണ്, എൻ്റെ അമ്മയും അച്ഛനെയും എനിക്ക് തിരികെ തരാത്ത ഞാൻ പ്രാർത്ഥിച്ച ദൈവങ്ങൾ, അവരെ എനിക്ക് കാണാൻ കഴിയുന്നില്ല, പിന്നെ ഞാൻ എന്തിനു ദൈവത്തിൽ വിശ്വസിക്കണം? ആ ഒരു ചോദ്യത്തിന് ഈശ്വരന്മാരിൽ വിശ്വസിക്കൂ എന്ന് പറയുന്ന വ്യക്തികൾ, ഇത് പണ്ടും ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ബൈബിൾ എടുത്ത് കൊടുത്തു പാവപ്പെട്ടവന്. അപ്പം അയാളോട് വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ലെനിനോ സ്റ്റാലിനോ ആരാണെന്നറിയില്ല, ആരായാലും എടുത്തിട്ട് പണിയായതും എടുത്തു കൊടുത്തു, നീ പണി നിൻ്റെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ആദായം കിട്ടും, നിനക്ക് ഭക്ഷണം കിട്ടും. അപ്പം ഞാൻ ബൈബിളിനെതിരല്ല, ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യണം. ഓരോരുത്തർക്കും അവരവരുടെ സ്വാതന്ത്ര്യം ഉണ്ടായിക്കോട്ടെ. ഇതുപോലെ ഒട്ടനേകം കാര്യങ്ങൾ. ഇത് ഇങ്ങനെയൊക്കെ വിധി എഴുതാൻ ഇവർക്ക് എന്ത് അധികാരമാണുള്ളത്? ഒരു അധികാരവുമില്ല. ഒരു നല്ല മനുഷ്യൻ, ആ മനുഷ്യൻ എത്രത്തോളം നല്ലതായിരുന്നു എന്നുള്ളത് ഇന്നലത്തെ വിലാപയാത്ര മാത്രം കൊണ്ടല്ല. അയാൾ പറഞ്ഞ ഒരു കവിതയും കൂടെ, അതുകൊണ്ട് ഞാൻ നിർത്താം. തല നരയ്ക്കാത്തതല്ല എൻ്റെ യുവത്വം, തല നരയ്ക്കുന്നതല്ല എൻ്റെ വാർദ്ധക്യം എന്ന് പറഞ്ഞ്, പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ 1920 മറ്റോ ഒരു കവി എഴുതിയതാണ്. ശരിയാണ്. അതിൻ്റെ ബാക്കി ഗുണം നമ്മൾ പറയണം. അതായത് തിന്മകൾക്കെതിരെ പോരാടുന്നതാണ് എൻ്റെ യുവത്വം, അല്ല തിന്മകൾ കണ്ട് കണ്ണടയ്ക്കുന്നതല്ല എൻ്റെ യുവത്വം അല്ലെങ്കിൽ വാർദ്ധക്യം. അപ്പോൾ ഇതിനെതിരെയും പറഞ്ഞിട്ടുണ്ട്. ഇത് വേറൊരാളുടെ കവിതയാണ്. അതുകൊണ്ട് എന്താണ്,
അതിൽ നന്മകൾ കണ്ടില്ലേ? ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് ഹിന്ദ്.